അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അഗത്തി ദ്വീപിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യാണ് നമ്മളെ വണ്ടി വരാൻ വേണ്ടിയിട്ട്. അവിടെ നീല പെയിൻ്റ് അടിച്ച വീട് കണ്ടില്ലേ, അവിടെയാണ് 2-3 മുറികളിലായിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മൾ താമസിക്കുന്നത് കുറച്ചപ്പുറത്ത് വേറൊരു വീട്ടിലാണ്. അങ്ങനെ 4 വീടുകളിലായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. 20 പേരാണുള്ളത്. അപ്പോൾ 4 വീടുകളിലായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഓമ്നിയാണ് അവിടുത്തെ, മാരുതി ഓമ്നി വണ്ടിയാണ് അവിടുത്തെ ടാക്സി സർവീസ് നമുക്ക് അലോട്ട് ചെയ്തത്. ടാക്സി സർവീസൊക്കെ മിക്കവാറും ഇങ്ങനത്തെ വണ്ടിയാണെന്നാണ് പറഞ്ഞത്. വലിയ വണ്ടി ഉണ്ട്, പക്ഷേ അധികവും ഇങ്ങനെയുള്ള വണ്ടികളാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി. അഗത്തിയിലെ അന്താൻ ബീച്ചിലാണ് നമ്മൾ. ഇവിടെ എത്തിയിട്ട് നമ്മളിപ്പോൾ ഫിഷിങ്ങിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 4-4:30 ആയി അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ. കുറച്ച് വൈകിപ്പോയി. അപ്പോൾ രാത്രിയാവുമോ അറിയില്ല തിരിച്ചു വരാൻ. അപ്പോൾ 2 ബോട്ട് വേണമെന്ന് പറയുന്നുണ്ട് അവർ. കാരണം ഞങ്ങൾ 13-14 പേരുണ്ട്. അപ്പോൾ 2 ബോട്ടിലായിട്ട് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടുകയാണ്. നമ്മൾ 13 ആളേ ഉള്ളൂ. അപ്പോൾ ഒരാളെയും കൂടെ വിളിച്ച് കഴിഞ്ഞാൽ 14 ആളായല്ലോ. അങ്ങനെ ബാക്കിയുള്ള 5-6 പേര് വയ്യാത്ത ആൾക്കാരാണ്. അവർക്ക് വെള്ളത്തിലൊന്നും പോകാൻ വയ്യ, വെയിൽ കൊള്ളാൻ വയ്യ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരൊന്നും വന്നിട്ടില്ല. അവരൊക്കെ കരയിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അവസാനം ഒരു ബോട്ടിൽ തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു കേട്ടോ. അഗത്തിയിലെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് ഹോം സ്റ്റേ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള റൂംസാണ്. ടൈലൊക്കെ ചെയ്ത് വൃത്തിയായിട്ടുള്ള റൂംസാണ്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അപ്പോൾ ഒരു റൂമിൽ 2 പേരെയാണ് അവർ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഹോം സ്റ്റേ അവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. 4 വീടുകളിലായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്കവിടെ സ്റ്റേ. ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ക്ലീനാണ് എല്ലാം. പക്ഷേ ഒരു റിസോർട്ടിൻ്റെ അത്രയും പോഷ് ലുക്കൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ നല്ല ഹോം സ്റ്റേ ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ റൂമിലധികം നമ്മൾ നിൽക്കുന്നില്ല. രാത്രി മാത്രമേ നമ്മൾ റൂമിൽ നിൽക്കുന്നുള്ളൂ. എപ്പോഴും ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയാവും തിരിച്ചു വരാൻ. രാത്രി തിരിച്ചു വന്ന് ഡിന്നർ കഴിക്കുക, പിന്നെ കിടന്നുറങ്ങാൻ മാത്രമാണ് നമ്മൾ വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ലഗൂണിലാണ് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത് കേട്ടോ. അപ്പോൾ തീരത്തോടടുത്ത് ആഴം കുറവായിരിക്കും. വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും. നമുക്ക് അടിയൊക്കെ കാണാം ശരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ കറുപ്പ് നിറത്തിൽ കാണുന്നില്ലേ, അത് ആൽഗയുണ്ട്. പിന്നെ ചെറിയ പാറക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മുമ്പിൽ ബോട്ടിൻ്റെ മുമ്പിലിരിക്കുന്ന ആൾ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കും, വലത്തോട്ട് ഇടത്തോട്ട് എന്നൊക്കെ. അവർക്ക് ക്ലിയർ ആയിട്ട് കാണാം വെള്ളത്തിലേക്ക്. അപ്പോൾ പാറയൊക്കെ ഉണ്ടെങ്കിൽ പിന്നിലാണ് ഇതിൻ്റെ എൻജിനും ഡ്രൈവറൊക്കെ ഉള്ളത്. അപ്പോൾ അവരിങ്ങനെ വലത്തോട്ട് ഇടത്തോട്ട് എന്നിങ്ങനെ കൈ കൊണ്ട് കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അമരത്തിരിക്കുന്ന ആളാണ് ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യുക. കാരണം ലഗൂൺ ആയതുകൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ പാറക്കെട്ടുകളുണ്ടാവാം, പവിഴപ്പുറ്റുകളുണ്ടാവാം. അപ്പോൾ അതിനൊന്നും തട്ടാതെ വേണം പോകാൻ. അപ്പോൾ മത്സ്യങ്ങൾ ഉണ്ടാവുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ മത്സ്യങ്ങൾ ഉണ്ടാവുള്ളൂ. തീരത്തോടടുത്ത് മത്സ്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ മത്സ്യങ്ങളെ പിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് അബു ആണ് കേട്ടോ. അബു മത്സ്യത്തിനെ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്.
വാട്ട് ഈസ് ദാറ്റ്? ആ ഇതാണോ? എന്താ ഒരു പച്ച വെള്ളം? ആദ്യം കുറച്ച് കള്ളു കുടിക്കണം. അല്ല വെള്ളമോ കള്ളോ? ആദ്യം വെള്ളം കുടിക്കുക. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. ഇവന്റെ സഞ്ചി കാണട്ടെ. അതെ അതെ. വാട്ട് ഈസ് ദാറ്റ്? മഞ്ഞപ്പൊടി. ആ അതെന്താണ്? സാമ്പാർ പൊടി. അടുത്തത് വല. ഓക്കെ. ആ വല. ചൂണ്ടൽ. ഓക്കെ ഓക്കെ. ആ ഞങ്ങൾ സമ്മതിച്ചു ചൂണ്ടൽ. ഇത് എത്ര ചൂണ്ടലാ? അത് ശരി, ഞങ്ങളൊക്കെ മീൻ പിടിക്കണം. ഓക്കെ ആയിക്കോട്ടെ. ആ അത് ശരി. അതിന്റെ മുകളിൽ സാധനമൊക്കെ കൊളുത്തിട്ടാണ്. എനിക്ക് നല്ലതായിട്ടാണ് തരണേ. ആ നോക്കട്ടെ. ലെറ്റ് മീ സീ വാട്ട് ഈസ് ഇൻസൈഡ്. ഓ കൊളുത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കൊളുത്ത് പൊട്ടിപ്പോയാൽ വേറെ കൊളുത്തുണ്ട്. സ്പെയർ കൊളുത്തുകൾ ഇഷ്ടം പോലെ. ഇത് മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ് ചെയ്യുന്നുണ്ട് കേട്ടാ. പാറേന്റെ മുകളിൽ കൊളുത്ത്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരണം. ഞങ്ങൾ അവരാണ് ഏറ്റവും ആഗ്രഹം. തീർച്ചയായിട്ടും. പിന്നെ മീൻ പിടിക്കുന്നവർക്ക് ടീഷർട്ട് ഉണ്ടോ? ഷോൾഡർ ബാഗ് കൊടുക്കുന്നത്. അവിടെ ഇരിക്കും. തരും. ഞാൻ ഏൽപ്പിച്ച് ഞാൻ ബുക്ക് ചെയ്തു. ടീഷർട്ട് അവിടെ തരാം കേട്ടോ. അവിടെ തരാം. അതെ അതാ വരുന്ന. നീ കൊത്തിയ എങ്ങനെയാ അറിയാം? ഓന് കൊടുക്കും. തരൂ. അല്ല ആദ്യം നോക്കട്ടെ മീനുണ്ടോന്ന്. ഇതേ മാഷ ഒന്നും സൈഡിലേക്ക് ഇങ്ങോട്ട്. ഓക്കെ. ഷാർക്കൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ചെറിയ മറ്റേ സാധനമേ ഉള്ളൂ. അയ്യോ നല്ല ഭംഗിയുള്ള മീൻ. നിങ്ങൾ തിന്നാൻ പറ്റുന്നതാ? ആകാശ നീ അങ്ങനെ നടക്കരുത്. ഈശ്വര എന്നാ ഞാൻ കൊണ്ടോട്ട് കളിക്കലുണ്ട്. ഓ എന്നെ കണ്ടിട്ട് പിടിക്കട്ടെ. യെല്ലോ ഫിഷ് അങ്ങോട്ടൊക്കെ ഇടില്ലേ ഞങ്ങള്? എന്തൊരു ഭംഗി കുറച്ച് വെള്ളാക്കി പോരെ. രണ്ടാൾക്കും ആദ്യത്തെ രണ്ടാളും വിജയിച്ചിരിക്കുന്നു. അതെ നമുക്ക് ഇഷ്ടമാണ്. അത് എന്ത് ഭംഗിയായിട്ടുള്ള ഇവൻ ഈ മഞ്ഞ ഡ്രസ്സിലുണ്ടെങ്കിൽ എല്ലാം യെല്ലോ ഫിഷ് രക്ഷിക്കാൻ പോവുക. കൈക്ക് വരണ്ട. ഇതിനെയാണോ നിങ്ങൾ ഉച്ചക്ക് തന്നെ? അല്ലല്ല അത് മറ്റേ ചൂടല്ലേ. എടാ ആകാശം അങ്ങോട്ട് നിക്കല്ല. ചെരിയുന്ന വണ്ടി. അതെയോ? വണ്ടി ചെരിയുന്ന. ആ ബാലൻസ് ചെയ്യട്ടെ. അല്ല ഓൻ ആദ്യം കൊണ്ട് ഭയങ്കര ഇഷ്ടമുണ്ട്. ആകാശ്
സിമ്പിളാ സാറേ, എന്തപ്പ ചെയ്യുന്നത് നിങ്ങൾ? ഇങ്ങനെ പിടിക്കണേ, ഇങ്ങനെ പിടിക്കണം. അതാ ഓരോട് പറയാം അത് എടുത്തി തരാൻ. ഞാൻ വിചാരിച്ചു വല്ല ആടി പിടിക്കാന്ന്. ഞാൻ പിടിക്കില്ല. എല്ലാവരും പോയിക്കല്ല. ഞാൻ നോക്കട്ടെ. പിടിച്ചോര് താഴെ പിടിച്ചോര് താഴെ. കുറച്ച് നേരം ഇങ്ങനെ മത്സ്യങ്ങളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് മത്സ്യങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു, പിന്നെ മത്സ്യങ്ങളെ കിട്ടാതായി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അവർ മെസ്സേജ് പാസ് ചെയ്യത്രേ മത്സ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോട്ട് കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവർ. അബു ആണ് ഫ്രണ്ടിൽ ആ മഞ്ഞ ടീഷർട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. എത്ര നല്ല ആൾക്കാരാണെന്നറിയാം. ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുക പെരുമാറ്റവും നല്ല മനസ്സുള്ളവരാണ്. അവർക്ക് കള്ളത്തരമില്ല, അങ്ങനെയുള്ള യാതൊന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അബു വളരെ സഹായമായിരുന്നു ഞങ്ങൾക്ക് ബോട്ടിൽ. എല്ലാവരെ കൊണ്ടും മത്സ്യമൊക്കെ പിടിപ്പിച്ചു. നല്ല രസമായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ മത്സ്യം പിടിക്കാത്ത കേട്ടോ, ബാക്കി എല്ലാവരും പിടിച്ചു. നല്ല രസമായിരുന്നു. കണ്ടു. വേറൊരു സാധനം അല്ലേ? അല്ലല്ല ഞാനും പിടിക്കട്ടെ. അതിന് കുറേ വര ഇതിനെന്താ? ഓ ഇത് കുറേ വരകളുണ്ട്. അതന്നെ സെയിം ആണ് ഇതുവരെ പിടിച്ചൊക്കെ. തൂക്കിയിട് സൈഡിലാ കണ്ടോ? ഇതിന്റെ ബാക്കിൽ കണ്ടോ ഇത് കുറേ വരകള് കടിക്കുന്നേ വരകള്. ഞാൻ വെള്ളത്തിലിട്ട് കുറച്ചേരം വെച്ചോട്ടെ. പാവാണ് ചെയ്തത്. അതുണ്ടല്ലോ അതേ ശ്രദ്ധിക്കണേ. ഭക്ഷണം നമ്മൾ കൊടുക്കില്ലേ അതായിട്ടില്ലേ? ഈ പാറേന്റെ ഇട്ടേക്കില്ലേ വലുതാട്ടോ. നമ്മളൊന്ന് കുടിക്കും. എത്ര അതിന് പുറത്തേക്കാൻ കിട്ടിയിടോ ചത്തോ? ഇത് അവിടെ കണ്ടില്ലേ? ഇവിടെ ഇതാക്കി കൊളുത്തിപ്പോയില്ലേ? ജീവിക്കില്ല അല്ലേ? ജീവിക്കുന്നതിനെ അങ്ങോട്ട് തന്നെ വിടണേ. അത് അയാളോട് പറയാം എടുത്തേ. അതൊന്ന് എടുത്തെടുത്ത് ആരാ പിടിച്ചേ? ചെമ്പല്ലി ചെമ്പല്ലി ഞാൻ പിടിക്കും. നിനക്ക് മീനിനെ പറ്റി അറിയില്ലേ മോനെ? അതിന് മുള്ളുണ്ടോ? മുള്ളുണ്ട്. കൈ പോയി ക്യാമറ കാണിച്ചു. യെല്ലോ ഫിഷ്. യെല്ലോ ഫിഷ് ഒരേ കൊടുക്കും. അബൂക്കൈന്റെ കൊടുക്കും. അബൂക്കൈന്റെ കൊടു. നീ പിടിക്കല്ലോ കുട്ടിയോ? എടുത്തിരുന്ന് പിടിക്കാം. സമയം ഏകദേശം സന്ധ്യയാകാറായി. ആകാശം നോക്കൂ,
എന്തൊരു ഭംഗിയാണെന്ന് നോക്കുക. അസ്തമയ സൂര്യൻ്റെ ആ പ്രകാശം ഇങ്ങനെ തട്ടിയിട്ട് നല്ല എന്താ പറയുക, പല കളേഴ്സ് ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ പകർത്തിക്കൊണ്ടിരുന്നു. അവരവിടെ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാത്രിയാവും തോന്നുന്നു നമ്മൾ കരയ്ക്കണയാൻ. എല്ലാവരുടെയും മത്സ്യം പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും രാത്രിയാകുമെന്നാണ് തോന്നുന്നത്. ആവു പിന്നെയും മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യയായിട്ടും പോകാനുള്ള ഒരു വിചാരമൊന്നുമില്ല ആസാമിക്ക്. അപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത്. ഗൃഹമാണു ഭൂമി ഒരു ഗൃഹമാണു ഭൂമി. എടുത്തു അപ്പോ നീ ചൂണ്ട വെള്ളത്തിലുണ്ടോ അതോ വെറുതെ നീ തനിച്ചല്ലേ പേടിയാവില്ലേ വൈറ്റത്. അയ്യോ അത് വേറെ കേട്ടോ, വേറെ നല്ല ഒരു വെള്ളം ഒരു ഡിഫറെന്റ് പിടിച്ചില്ല കയ്യിലേ കൊടുത്ത് മൂപ്പരെ പിടിക്കാത്ത ആൾക്കാർക്ക് വേണേ പിടിച്ചു നിന്നോ. പിടിക്കാനാകില്ല. വെറൈറ്റി നൂല് പിടിച്ചു തൂക്കി പിടിച്ചോളൂ. അതെ, കൈ താഴെയിടും എന്നാലേ മുഖം കാണുള്ളൂ. കുറച്ചുകൂടി മേലോട്ട് പിടിക്കോ. വർണ്ണചിത്രങ്ങൾ. ഓക്കെ, താങ്ക് യു. നിന്നെ കൂട്ടിയെടുത്തു. ഒരു കൊമ്പൻ സ്രാവും ഒരു കുട്ടി മീനും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.